ഞാൻ വിചാരിച്ചു. എൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് എപ്പിഡ്യൂറലോ ട്രോമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നോർമൽ ഡെലിവറി ആയിരുന്നു. അതും ഒരു നോർമൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. എൻ്റെ പ്രഗ്നൻസി ജേണി എന്ന് പറയുന്നത് ത്രൂ ഔട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു 4-5 മാസം വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെ ആയിരുന്നു എനിക്കും വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അബോർഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് 2 പേരതിനും വീക്കിലി ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. മെഡിസിനും ഇഞ്ചക്ഷനൊക്കെ കൊണ്ടായിരുന്നു എൻ്റെ ഫുൾ ഈ ഒരു ജേണി കടന്നു പോയത്. അങ്ങനെ അവസാനം ഡെലിവറി ഡേറ്റിന് 2 ആഴ്ച മുന്നേ എനിക്ക് പിന്നെയും പെയിൻ വന്നിട്ട് ഞാൻ അഡ്മിറ്റ് ആക്കി. പോരാത്തതിന് നല്ല പനിയും. 3 ദിവസം കിടന്നിട്ടായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആലുവിനെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഡോക്ടർ ഇറക്കി വിടും. എന്നിട്ട് കുറച്ച് നേരം അവരെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെയും കയറണം. അങ്ങനെയായിരുന്നു. ഈ ഒരു ടൈമും ഈ ഒരു ദിവസമായിരുന്നു എൻ്റെ ആലു ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ദിവസം. എൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അവൾ 3 മാസം ലീവ് കൊടുത്ത് പ്രിപ്പയറായി ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടിയിട്ട് ബേബിക്ക് ഡ്രസ്സ് വാങ്ങിയപ്പോൾ അതിന് മാച്ചാക്കിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങി കാത്തിരിക്കുമായിരുന്നു. അവസാനം ബേബിക്കുള്ള ഡ്രസ്സ് ചോദിച്ചപ്പോൾ അവൾ തന്നെ സ്വന്തം കൊണ്ട് കൊടുത്തു. ബേബിനെയും വെയിറ്റ് ചെയ്ത് ഉറങ്ങാതെ കാത്തിരിക്കുന്നു. എനിക്ക് ഡെലിവറി ആവുന്നത് രാത്രി 9:30-ക്കാണ്. ആ ടൈം ആയപ്പോഴത്തേക്കും നമ്മളെ കാണാൻ വന്ന വിസിറ്റേഴ്സൊക്കെ പോയിരുന്നു. അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഡെലിവറി ആയി. അതൊരു പെൺകുട്ടി. അവൾ ഫുൾ ഫസ്റ്റ് മുതൽ എനിക്കൊരു ബേബി ഗേളിനെ വേണം അങ്ങനെ പ്രവർത്തിച്ചിട്ടാണ് പെൺകുട്ടി ഉണ്ടായതെന്ന് എല്ലാവരും വിളിച്ചു അറിയിച്ചത്. ഞാൻ ഡോക്ടറോട് ആദ്യമേ പറഞ്ഞിരുന്നു എൻ്റെ ബേബീനെ ഫസ്റ്റ് തന്നെ ആലുവിനാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡോക്ടർ. ഈ ഡോക്ടറെ എനിക്ക് ഒരുപാട് താങ്ക്ഫുള്ളാണ്. കാരണം ഒരുപാട് എഫേർട്ട് നമ്മുടെ കാര്യത്തിന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒന്ന് മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും സ്ട്രോങ് ആക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ആലുവിൻ്റെ ഡെലിവറിക്ക് ഒരുപാട് അന്നുവിൻ്റെ പോലെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ ഡോക്ടറാണ് എന്നെ സഹായിച്ചത്. താങ്ക്ഫുള്ളാണ് ഡോക്ടറോട്. ഞാൻ എപ്പോഴും പറയും ഈ ഡോക്ടർ ഇല്ലെങ്കിൽ ഞാൻ പ്രസവിക്കില്ലായിരുന്നു ഒരിക്കലും. എപ്പോഴും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും കാമായിട്ടുള്ള നമ്മളോടുള്ള പെരുമാറ്റമെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും ഈ ഡോക്ടറെ തന്നെ കാണിക്കണം എന്നുള്ള ആ ഒരു പോസിറ്റീവ് വൈബില്ലേ, അങ്ങനെ വരുന്ന ഒരു ഡോക്ടറാണ്. ഈ ഡോക്ടർ വീട്ടിലെല്ലാം പോയി രാത്രി വന്നതാണ്. ബേബീനെ എല്ലാവരും എടുത്ത് പിന്നെ ബാങ്കെല്ലാം കൊടുത്ത് ആലുവിനെ മതിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ കുറച്ച് നേരമല്ലേ അവരെ കയ്യിൽ കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെയും നമ്മൾ ആ ഒബ്സർവേഷൻ റൂമിലേക്ക് കയറ്റുമല്ലോ. ഈ ഒരു വീഡിയോ എടുത്തതിൽ ഭയങ്കര ഞാൻ സന്തോഷിക്കുന്നു. കാരണം എൻ്റെ ആദ്യത്തെ ആ ഒരു റിയാക്ഷൻ അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ 4-5 മണിക്കൂർ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഉറങ്ങി റെസ്റ്റ് എടുത്ത് ഭക്ഷണം അവർ ലൈറ്റായിട്ട് തരും. അത് കഴിച്ച് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ടോയ്ലറ്റിൽ പോകണം. പിന്നെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഡ്രസ്സ് മാറ്റിയതിന് ശേഷം നമ്മൾ ആ റൂമിലേക്ക് വിടുകയുള്ളൂ. ഇതെൻ്റെ കൂടെ ലേബർ റൂമിലുണ്ടായിരുന്ന സിസ്റ്ററായിരുന്നു. ഇത് പണ്ട് മുതലേ ഈ ഹോസ്പിറ്റലിൽ പണ്ട് മുതലേ ഉള്ളതാണ്. ഈ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് എൻ്റെ ഉമ്മച്ചി എന്നെ പ്രസവിച്ചതും. അങ്ങനെ ഒരു കണക്ഷനും കൂടി നമുക്ക് ഈ ഹോസ്പിറ്റലിനോടുണ്ട്. എൻ്റെ 2 ഡെലിവറി നടന്നതും ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ്. പ്രസവ സമയത്തുണ്ടായിരുന്ന അതിഭീകരമായിട്ടുള്ള വേദന കൊണ്ട് ഞാൻ ഈ സിസ്റ്ററെ കൈ മാന്തി മുറിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് സിസ്റ്റർ പറയും എനിക്ക് അത്ര ആരോഗ്യമൊന്നുമില്ല, എനിക്ക് വയസ്സായും കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ എനിക്ക് നാളെ കൈ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഡെലിവറി എല്ലാം കഴിഞ്ഞ് എൻ്റെ അന്നൂന് ആ മുഖം കണ്ടപാട് ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സോറി സിസ്റ്റർ, ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചു, അതിനൊക്കെ സോറിന്ന്. അപ്പോൾ സിസ്റ്റർ ഞങ്ങൾ ഇതുപോലെ ഇതിനും കഠിനമായിട്ട് എത്ര ദിവസം എത്ര കേസ് കാണുന്നതാണ്, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അഡ്മിറ്റാക്കിയ 3 ദിവസവും എനിക്ക് നല്ല പെയിനായിരുന്നു. ലാസ്റ്റ് ടൈം ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ഡെലിവറി കഴിയുമ്പോൾ നമുക്ക് എന്താണ് എങ്ങനെയാണ് പ്രൊസീജിയർ എങ്ങനെയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ സെക്കൻഡ് ഡെലിവറി ആകുമ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവും.
അപ്പോൾ എൻ്റെ പിന്നെയുള്ള ടെൻഷൻ പുറത്തുള്ള ആലുവിനെ കുറിച്ചായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞത് മുതൽ ആലു എന്നെ വിട്ട് പോവുകയില്ലായിരുന്നു. സ്കൂളിലൊക്കെ പോകുമ്പോൾ കരഞ്ഞ് നിലവിളിച്ച് വൈകുന്നേരം വരുമ്പോഴത്തേനും ഞാൻ അവിടെ ഉണ്ടാവില്ല, വീട്ടിലുണ്ടാവില്ല എന്ന് തിരക്കിയിട്ടാണ് വരുന്നത്. അത്രയും പേടിയായിരുന്നു അവർക്ക് ഞാൻ അവളെ വിട്ടു പോകുമോ എന്നുള്ളത്. രാത്രി എന്നെ റൂമിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യായിരുന്നു. അത് മോളെ തന്നെ കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്നത്തെ രാത്രി അവൾ എൻ്റെ കൂടെ തന്നെയാണ് കിടന്നത്. അന്നുമോളാണെങ്കിലോ ആ ഉമ്മച്ചീൻ്റെ കൂടെ. ഫസ്റ്റത്തെ ദിവസം എൻ്റെ രാജകുമാരി വന്നിട്ട് 7ാം ദിവസം ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ അവർ വയറ് കഴുകി. അതോടെ എൻ്റെ പെയിൻ പോയി. പിറ്റേ ദിവസം അതുപോലെ ചെറിയ ഡോസിൽ മരുന്ന് തന്നു. അപ്പം മരുന്ന് കൂടുന്തോറും എനിക്ക് പെയിൻ വരും, മരുന്നിൻ്റെ ഡോസ് കുറയുമ്പോൾ എനിക്ക് പെയിൻ പോവും. അങ്ങനെയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞു ഇന്ന് എന്തായാലും ഡെലിവറി ആക്കാമെന്ന് പറഞ്ഞിട്ട് സ്ട്രോങ്ങിൽ തന്നെ മരുന്ന് തന്നു. അന്നും ഇതുപോലെ തന്നെ രാവിലെ മുതൽ രാത്രി വരെ പെയിൻ സഹിച്ച് ഞാനൊരു 9:30 ആയപ്പോഴാണ് എനിക്ക് അന്നുവിന് ഡെലിവറി ആകുന്നത്. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് കോൺട്രാക്ഷൻ പെട്ടെന്ന് വരില്ലേ, ആ ടൈമിൽ എനിക്ക് ഒരാൾ എൻ്റെ സപ്പോർട്ടായിട്ട് കൂടെ വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. കാരണം എനിക്ക് എല്ലാത്തിനും അങ്ങനത്തെ കാര്യത്തിന് സപ്പോർട്ട് ഉണ്ടാവുക പറയുന്നത് എന്നെ മെൻ്റലി ഭയങ്കര ഓക്കെ ആക്കും. പക്ഷേ ഡെലിവറി റൂമിലേക്ക് ആരും കയറ്റില്ലായിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ പല ഹോസ്പിറ്റലും സ്യൂട്ട് റൂമൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഹെൽപ്പാവും. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇനിയൊരു ഡെലിവറി ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഞാൻ എന്തായാലും തിരഞ്ഞെടുക്കുമെന്ന്. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള സ്റ്റാഫുകളൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. പെയിൻ വരുമ്പോൾ ഒഴിഞ്ഞു വരും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അടുപ്പിച്ചുള്ള കോൺട്രാക്ഷൻ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ പുഷ് ചെയ്യാനും ബേബി പെട്ടെന്ന് തന്നെ വരാനും സാധിച്ചു. സെക്കൻഡ് ഡെലിവറി ആകുമ്പോൾ നമുക്ക് ആ ഒരു ഇത് അറിയാമല്ലോ, എങ്ങനെയൊക്കെ വരിക, പിന്നെ അതിന് ബ്രീത്ത് ഔട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചത് കൊണ്ട് തന്നെ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. 3 ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് 4ാം ദിവസമാണ് റിസൾട്ട് വന്നത്. അതിനുശേഷം 14ാമത്തെ ദിവസമാണ് കുഞ്ഞിൻ്റെ മുടി കളയുന്നത്. മുടി കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഫാമിലിയിലെ മൊത്തം പേരല്ല, നമ്മുടെ ഏട്ടനനിയന്മാരും അങ്ങനെയൊക്കെ റാഫിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ സിസ്റ്റർ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. മുടി കളയാൻ വേണ്ടിയിട്ട് ഉമ്മയാണ് പിടിച്ചു കൊടുക്കുന്നത്. സെക്കൻഡ് ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഒരുപാട് പാരൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഫസ്റ്റ് ബേബിയിലെ അവരോട് മതി, എല്ലാവർക്കും കിട്ടൂല, ഇനി എല്ലാ സാധനങ്ങളും ബേബിക്കാണ് വാങ്ങുള്ളൂ, നിന്നെ ഒഴിവാക്കും, നിന്നെ കൊടുക്കും എന്നൊക്കെ അങ്ങനെ പല വർത്തമാനങ്ങളും പലരും പറയും. ഇപ്പം നിന്നെ വേണ്ട, എനിക്ക് പുതിയ ബേബി ഉണ്ടല്ലോ, എനിക്ക് ആ ബേബിന് മതിയല്ലോ, അങ്ങനെ ചില സംസാരങ്ങളുണ്ട്. അത് മാക്സിമം നമ്മൾ കുട്ടികളോട് പറയാൻ പാടില്ല, അത് ഒഴിവാക്കണം. മാള കാര്യത്തിൽ മാത്രമല്ല, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട്. പലരും പറഞ്ഞിട്ട് മൂത്ത കുട്ടിക്ക് ഇളയതിനോട് ഇഷ്ടമല്ല, അവളോട് ദേഷ്യമാണ്, അവരെ ചെയ്യുന്നില്ല, അവർക്കൊന്നും കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അതുപോലെ ചെറിയ മക്കൾക്ക് നമ്മളെന്തെങ്കിലും വാങ്ങുമ്പോൾ അവരെ മതി, അവരെല്ലാം വാങ്ങുന്നുള്ള പലരും പറയുന്നത് കേൾക്കാം. പക്ഷെ അതൊക്കെ നമ്മളിങ്ങനെ ഫസ്റ്റ് മുതൽ അവരെ മൈൻഡ് സെറ്റിൽ ഈ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഒരിക്കലും നമ്മളത് പറയുന്നത്. പ്രഗ്നൻ്റ് ആയത് മുതലേ ഞാൻ അവളോട് പറയുന്നു, നമ്മുടെ ബേബി വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ബേബിയാണ്, പല കാര്യങ്ങളും ഞാൻ അവർക്ക് പറഞ്ഞു. അത് പക്ഷേ സഹായിച്ചിട്ട് പക്ഷെ കുറച്ച് കുറുമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കാര്യം ഭയങ്കരമായിട്ട് അവരെ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂത്ത കുട്ടികൾക്ക് അവരോട് ഭയങ്കര ദേഷ്യം പുലർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല ഫുൾ ടൈം ഇത്താത്തി മോളുള്ള കളിയാണ്. ഇത്താത്തയാണെങ്കിലോ 3 മാസം ലീവ് എടുത്തിട്ട് മോളെ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ആലു ആണെങ്കിൽ ഫുൾ
ടൈം ബേബീൻ്റെ കൂടെ ആയിരുന്നു. അവളെ കുളിപ്പിക്കുമ്പോൾ ഇവളെയും കുളിപ്പിക്കണം, അവൾക്ക് പൗഡർ ഇടുമ്പോൾ ഇവൾക്കും പൗഡർ ഇടണം, അവളെ ഉറക്കുമ്പോൾ ഇവളെയും ഉറക്കണം. അങ്ങനെ പറഞ്ഞ് ഫുൾ ടൈം ഇവളെ കൂടെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ അന്നു ബേബി ഭയങ്കര ഉഷാറായി, എല്ലാം ശ്രദ്ധിക്കാനൊക്കെ പെട്ടെന്ന് തന്നെ തുടങ്ങി, പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങി, മൂവ്മെൻറ്റ്സ് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് സമയത്തൊക്കെ അന്നുവിന് ഭയങ്കര ഒരു കരച്ചിലുണ്ടായിരുന്നു. ഒരു പീരീഡ് ഓഫ് ടൈമിലായപ്പോൾ ഭയങ്കര കരച്ചിൽ, ആര് പറഞ്ഞാലും കേൾക്കില്ലായിരുന്നു. എടുത്തു നടന്നാലൊന്നും അവള് കുടിക്കൂല്ല, അതുപോലെ കരച്ചിൽ നിർത്തുന്നില്ലായിരുന്നു. പിന്നെ ആയപ്പോൾ അത് ശരിയായി. നമുക്ക് ഫസ്റ്റത്തെ മോളുണ്ടായപ്പോൾ എങ്ങനെ ഉറക്കുക, എങ്ങനെ അറിയില്ലായിരുന്നല്ലോ. ഇതാകുമ്പോൾ ഞാനൊരു എക്സ്പേർട്ട് ആയ പോലെ തന്നെ ഏകദേശം പരിചയമായല്ലോ. അതുപോലെ തന്നെ ഇവളേന് ഞാൻ ഉറക്കൊഴിഞ്ഞിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കെല്ലാം കുറച്ചുകൂടി ഈസി ആയ പോലെ തോന്നി. പിന്നെ അവളുടെ 40 വേറൊരു ചടങ്ങുണ്ടായിരുന്നത്. ചടങ്ങായിട്ട് നടത്തിയൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് 2-3 പേര് വന്നിട്ട് കുഞ്ഞിനെ ഇടുന്ന ദിവസമായിരുന്നു. എനിക്ക് നിർബന്ധമായിരുന്നു നമ്മളെല്ലാം ഇട്ടിരുന്നു, ആരെയും കഴുത്തിലും അതുപോലെ തന്നെ അനുഭവങ്ങൾക്കും എല്ലാം ഇടണമെന്ന്. അതുപോലെ തന്നെ റാഫി ആ വാക്ക് പാലിച്ചു. അരയിലും കഴുത്തിലും കാലിലും ഒക്കെ സ്വർണ്ണം ഇട്ടു. ആർഭാടത്തിനല്ല, പക്ഷെ നമ്മൾ ചെയ്തത്. അപ്പൊ അതുപോലെ തന്നെ സിമിലർ ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ആലൂനും കൊണ്ടുവരണമായിരുന്നു. പക്ഷെ കുറെ പേർക്ക് അന്നൂനും കൊണ്ടുവരുമ്പോ ആലൂനും ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്തേലും അന്നൂന് വേണ്ടിയിട്ട് വാങ്ങുവാണെങ്കിൽ അതുപോലെ തന്നെ ആലൂനും വാങ്ങുമായിരുന്നു. അങ്ങനെ അവര് തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്നുള്ള ഒരു രീതി അവർക്ക് ആദ്യം തന്നെ കാണിച്ചു കൊടുത്തിരുന്നു. പ്രസവത്തിനേക്കാൾ പ്രഗ്നന്റ് ആയിട്ടുള്ള ആ ഒരു ഇനിയൊരു പ്രസവം ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ആ വേദനയൊക്കെ നമ്മുടെ കയ്യിലേക്ക് ആ കുഞ്ഞനങ്ങ് തരൂലേ, അപ്പൊ നമുക്ക് അത്രയും തരും. അതുപോലെ അവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയും ഒരുപാട് അതുപോലെ എന്നെ ഒഴിഞ്ഞു വന്നിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. എല്ലാ വേദനകൾക്ക് ശേഷം ഈ ഒരു സന്തോഷം, ഈ ഒരു മുഖം കാണുമ്പോൾ അതാണ് ഹാപ്പി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹാപ്പി ഫാമിലി.